Hi guys, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഓയിലിന്റെ റെമഡി ആയിട്ടാണ്. ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഓയിൽ നമ്മൾ ഒരു പ്രത്യേക രീതിക്കാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇത് കണ്ടാൽ പറയോ തക്കാളി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുത്തു എന്നുള്ളത് ഇല്ല അല്ലേ? അപ്പോൾ തക്കാളി വെച്ചിട്ടുള്ള ഒരു ഓയിൽ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഗൈസ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക കേട്ടോ. പച്ച തക്കാളി എടുക്കരുത്, പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതൊരു 3 എണ്ണം ഈ കാണുന്ന അളവിൽ 2 കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇച്ചിരി മീഡിയം സൈസ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു അളവിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അളവ് കാണിക്കുന്നത്. ഈ രീതിക്ക് എടുക്കാം. അല്ല വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വലിയ തക്കാളി എടുത്ത് മിക്സി ബൗളിനകത്ത് നല്ല രീതിക്ക് അങ്ങ് അരച്ച് മഷി പോലെ ആക്കി കൊണ്ടുവരാം കേട്ടോ. തക്കാളി കഴുകിയിട്ടാണല്ലോ അരയ്ക്കണതല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിത് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കൂട്ടിന് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് നമുക്കൊന്ന് കാച്ചിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു കടായിലോട്ട് ഈ ഒരു അരച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാച്ചാനായിട്ട് ഇവിടെ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ബോഡിയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഫേസിലേക്കും അപ്ലൈ ചെയ്യാം. കാരണം കോക്കനട്ട് ഓയിൽ എനിക്ക് പിമ്പിൾസ് വരും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫേസിലേക്ക് ഉപയോഗിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ സ്കിന്നിലേക്ക് ഉപയോഗിച്ച കുരു വരില്ല എന്നുള്ള ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏതെങ്കിലും ഒരു നല്ലൊരു നിങ്ങളുടെ സ്കിന്നിലേക്ക് സൂട്ടബിൾ ആയിട്ട് ഒരു ഓയിൽ എടുക്കുക. എന്നിട്ട് ഈ കാണിക്കുന്ന രീതിക്ക് ഒരു 3/4 കപ്പോളം, ആ കാണുന്ന കപ്പിൽ ഒരു 3/4 കപ്പോളം നമ്മൾ ഓയിൽ കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. നമ്മുടെ ഈ ഒരു കടായി ചൂടാവാനായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ നമ്മളത് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷം നന്നായിട്ടങ്ങ് പറ്റിച്ച് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല ഗൈസ്. നമ്മൾ ഇതിനകത്തേക്ക് 2 കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ചൊറി, ചരങ്ങ്, സോറിയാസിസ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നല്ല റിലീഫ് തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതാരുമല്ല, നമ്മുടെ വേമ്പാലം പട്ടയാണ്. വേമ്പാലം പട്ട അറിയാലോ, നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എണ്ണ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി റിസൾട്ടാണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഹെയർ ഓയിലിനകത്തും ഈ ഒരു വേമ്പാലം പട്ട ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വേമ്പാലം പട്ട ആഡ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ എണ്ണക്കൂട്ട്, ഈ എണ്ണക്കൂട്ട് ഏകദേശം കുക്കായി നമ്മൾ ഓഫ് ചെയ്യുന്നതിൻ്റെ 2-3 സെക്കൻഡുകൾക്ക് മുന്നേ വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇട്ട് കഴിഞ്ഞതും ഓഫ് ചെയ്തിടുക, ഗ്യാസ് ഓഫ് ചെയ്തിടുക. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യാൻ പാടില്ല. കാരണം വേമ്പാലം പട്ട ഒരിക്കലും നമ്മളിത് ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലോട്ടേക്ക് തട്ടിക്കൊടുക്കുക എന്നല്ലാതെ അത് ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓഫാക്കുന്നതിന് മുന്നായിട്ട് അത് ഇട്ട് കഴിഞ്ഞതും ഓഫാക്കി ഇടുക കേട്ടോ. പിന്നീട് നമ്മൾ ചേർക്കുന്ന കുങ്കുമപ്പൂവാണ്. ഒരു പിഞ്ച് കുങ്കുമപ്പൂ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതത്രേ ഉള്ളൂ. നമ്മൾ 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യാനായിട്ടും പാടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് നല്ലൊരു ഗ്ലോ തരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഓയിലാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഇനി ഫേസിലേക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് വീഡിയോനകത്ത് പറയുന്നതാണ് ഫേസിലേക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. കാരണം ചില ആൾക്കാർ ഇത് ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും കുരുക്കൾ വരും. അപ്പോൾ ആ കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ടിപ്പാണ്. ഇത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. കുരു വരാതെ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളിതൊരു അല്പം എടുത്തിട്ട് 2-3 തുള്ളി എടുത്ത് നമ്മുടെ ടോട്ടൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോഡിയിൽ നമുക്ക് ആവശ്യമനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫേസിലേക്ക് ആകുമ്പോൾ നമുക്കിത് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ആദ്യം വൈപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാനായിട്ട് നോക്കുക കേട്ടോ. കഴുകുന്ന സമയത്ത് സോപ്പോ ഫേസ് വാഷൊന്നും ഉപയോഗിക്കേണ്ട. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് ഫേസ് വാഷ് സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. പക്ഷെ നമ്മളിത് ഇടുന്ന ആ നേരം കൊണ്ട് തന്നെ നമ്മളത് സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് കേട്ടോ. ജസ്റ്റ് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് വാം വാട്ടർ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. പിന്നീട് ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫേസിലത്തെ കാര്യമോ പറയുന്നത് ബോഡിയിലേക്ക് അല്ല കേട്ടോ. ബോഡിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് കടലമാവോ പയറുപൊടിയോ ഉപയോഗിച്ചിട്ട് വേണം കഴുകാനായിട്ട്. കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നമ്മൾ ടോട്ടൽ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കഴുകാൻ നേരത്ത് നമുക്ക് ഈ പറഞ്ഞ കടലമാവോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയൊക്കെ ഉപയോഗിച്ച് കഴുകി വരാവുന്നതാണ് കേട്ടോ. ഗൈസ്, ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഓയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഞാൻ പറഞ്ഞ പ്രകാരം വേണം ഫോളോ ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മുട്ടം പണി കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സ്കിന്നിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രകാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ബോഡിയിലും സ്കിന്നിലും ഉണ്ടായിട്ടുള്ള മാറ്റം ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ജെൽസ്, ക്രീംസ്, സോപ്പൊക്കെ മേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താലും മതി കേട്ടോ.